ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന നാടകീയ സംഭവ വികാസങ്ങളെ വളരെയേറെ അമ്പരപ്പോടെയും ആശങ്കയോടെയുമാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്ത് കലാപം ആരംഭിക്കുകയും ഒടുവിൽ സൈന്യം തന്നെ ഇടപെട്ട് 45 മിനിറ്റിനുള്ളിൽ അധികാര കസേരയിൽ നിന്ന് താഴെയിറങ്ങണമെന്ന അന്ത്യശാസനം നൽകുന്നതും ലോകം കണ്ടു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ബംഗ്ലാദേശിൽ ആഴ്ചകൾക്ക് മുൻപ് സ്വപ്നത്തിൽ പോലും കാണാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ വർഷം ആദ്യം 5ാം തവണയും അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരായ പ്രതിഷേധം ആരംഭിക്കുന്നത് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് 30% സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് കലാപത്തിന്റെ മൂലകാരണമായത്. വിദ്യാർത്ഥികളാണ് ആദ്യം കലാപവുമായി തെരുവിലിറങ്ങിയത്. പ്രക്ഷോഭത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രതിപക്ഷ പാർട്ടികളും മറ്റ് സംഘടനകളും അണിനിരന്നപ്പോൾ രാജ്യം കലാപത്തിലേക്ക് വഴിമാറി. 80കളിൽ ഇന്ത്യയിൽ അരങ്ങേറിയ മണ്ഡൽ കമ്മീഷൻ പ്രതിഷേധത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള സമരമായും ബംഗ്ലാദേശ് സമരത്തെ കാണാം. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2014 മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വിവിധ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നോട്ട് നിരോധനം മുതൽ കർഷക പ്രതിഷേധം വരെ വിവിധ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം മുന്നോട്ട് വന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെയെല്ലാം മികച്ച രീതിയിൽ അതിജീവിക്കാനും സാധിച്ചു. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത്. ചില സർക്കാർ തീരുമാനങ്ങളോട് വ്യാപകമായ എതിർപ്പുണ്ടായിട്ടും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് പ്രതിഷേധം നടക്കുമ്പോഴും മറുവശത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ മോദിക്ക് സാധിച്ചു. 2014 മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും അതിനെ സർക്കാർ എങ്ങനെ വിജയകരമായി മറികടന്നു എന്നുമാണ് ഇവിടെ പരിശോധിക്കുന്നത്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ ഇന്ത്യയിലെ പ്രതിഷേധങ്ങളുമായി താരതമ്യപ്പെടുത്താനുള്ള ചില പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന. ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികൾ ആരംഭിച്ചത്. ഇത് ഒരു പാഠമാണ്, ബംഗ്ലാദേശിനു മാത്രമല്ല എല്ലാ സ്വേച്ഛാധിപതികൾക്കും എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. ഏതായാലും അവിടെ നടന്ന സംഭവ വികാസങ്ങൾ മോദി ഭരണത്തിൽ കാണില്ല എന്നാണ് ചില രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാട്ടുന്നത്.